ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 95. ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിതേകപാദ്. ഹരി ഓം. ഹരി ഓം. 765 നാമം ചതുർമൂർത്തി. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ 4 രൂപത്തിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഒന്ന് വിരാട് സ്വരൂപം, 2 സൂത്രാത്മ, അതായത് നമ്മുടെയൊക്കെ ഉള്ളിലെ ആ ജീവാത്മ സ്വരൂപത്തിൽ, ഇനി അവ്യാകൃതൻ, ഈ മായ തുടങ്ങുന്നതിന് മുമ്പ് പ്രകടിതമല്ലാത്ത ഒരു രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു, അത് അവ്യാകൃത രൂപം. ഇനി അതിനൊക്കെ അപ്പുറത്ത് ചൈതന്യ സ്വരൂപനായിട്ടിരിക്കുന്ന തുരീയ മൂർത്തി. ഇങ്ങനെ 4 മൂർത്തികളായിട്ടിരിക്കുന്നതിനാൽ ചതുർമൂർത്തി. 766 നാമം ചതുർബാഹു. ഭഗവാന്റെ ആ രൂപം, ആ ഒരു രൂപം ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു രൂപം. 4 തൃക്കൈകളോട് കൂടിയവൻ, ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടിയ 4 കൈകൾ. ആ ഭഗവാന്റെ ആ ഒരു രൂപം എല്ലാവർക്കും പരിചയമുള്ള രൂപം ആണ്. 4 തൃക്കൈകളോട് കൂടിയവൻ എന്നർത്ഥം. 767 നാമം ചതുർവ്യൂഹ. ഉപനിഷത്തിൽ ഭഗവാന് 4 വ്യൂഹങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. 1 ശരീരപുരുഷൻ, 2 ചന്തപുരുഷൻ, 3 വേദപുരുഷൻ, 4 മഹാപുരുഷൻ. ഇങ്ങനെയുള്ള വ്യൂഹത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്ന് ഒരു ഉപനിഷത്തിൽ പറയുന്നു. 768 നാമം ചതുർഗതി. ഇവിടെ ഭഗവാൻ തന്നെ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രന്മാർ. ഇവരൊക്കെ തന്നെ അവരവരുടെ കർമ്മം, സ്വധർമ്മം ഫലമിച്ഛിക്കാതെ എല്ലാം ഭഗവാനുള്ള സമർപ്പണം എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ വർണ്ണത്തിലിരിക്കെ തന്നെ അവർക്ക് മനഃശുദ്ധി, ചിത്തശുദ്ധി കൈവരും എന്നാണ്. അത് അവരെ ജ്ഞാനത്തിന് അധികാരികളാക്കി തീർക്കുമെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 4 വർണ്ണത്തിലുള്ളവർക്കും ഒരു ഗതിയായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് ഈ ഒരു സ്വധർമ്മ ആചരണത്തിലൂടെ അവർക്ക് സാധിക്കുന്നതാണ്. അതിനാൽ ഭഗവാൻ ചതുർഗതി. നമ്മുടെ കുലാചാരം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റു കുലത്തിലുള്ള ആചാരമല്ല, നമ്മുടെ കുലത്തിൽ ആചരിക്കുന്ന ആചാരങ്ങളാണ് നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. അങ്ങനെ കുലാചാരം ആചരിച്ച് മോക്ഷം നേടണമെന്നാണ്. 769 നാമം ചതുരാത്മാ. ഇവിടെ ചതുരം എന്നതിന് ഒരു ചാതുര്യം, സാമർഥ്യം എന്ന് അർത്ഥമുണ്ട്. മനസ്സിൻ്റെ ആ ഒരു യോഗാവസ്ഥ എന്ന് പറയുന്നത് കർമ്മസു കൗശലമാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ആ ഒരു പ്രത്യേകമായ കൗശലത്തോടു കൂടിയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിനെ യാതൊന്നും ബാധിക്കാത്ത വിധത്തിൽ ജീവിക്കാം. അതാണ് രാഗദ്വേഷങ്ങളൊന്നും മനസ്സിനെ ബാധിക്കാതിരിക്കുക, മതമാത്സര്യാദികൾ ഇല്ലാതിരിക്കുക, ചെയ്യുന്ന കർമ്മങ്ങൾ ഫലേച്ഛയില്ലാതെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ ഒരു ശുദ്ധമായ മനസ്സ് സ്വന്തമാക്കാം. അങ്ങനെയുള്ള മനസ്സുള്ളവൻ, അതാണ് നിർമ്മലമായ ആത്മാവ്. അത് ഭഗവാന്റെ ഒരു സാമർഥ്യമാണ്. അതാണ് ചതുരാത്മാ, സമർത്ഥമായ മനസ്സോടുകൂടിയവൻ. 770 നാമം ചതുർഭാവ. 4 പുരുഷാർത്ഥങ്ങളാണുള്ളത്. അതായത് ഒരു പുരുഷനാൽ നേടേണ്ടത്, അർത്ഥിക്കേണ്ടത്, എന്നാൽ അവൻ നേടിയെടുക്കേണ്ടത് എന്താണ്? 1 ധർമ്മം, ധാർമ്മികമായ കർമ്മങ്ങളിലൂടെ അർത്ഥം സമ്പാദിച്ച് ന്യായമായ ആഗ്രഹങ്ങൾ, കാമം സാധിച്ച് പിന്നീട് ഇതിലൊന്നും കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് വിരക്തനായി അങ്ങനെ സന്യാസധർമ്മം സ്വീകരിച്ച് മോക്ഷത്തിലെത്തുക. ഇതാണ് 4 പുരുഷാർത്ഥങ്ങൾ. ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനമായവൻ എന്നർത്ഥത്തിൽ ചതുർഭാവ. 771 നാമം ചതുർവേദവിദ്. ചതുർവീതം, 4 വേദങ്ങൾ അല്ലേ? ചതുർവേദം 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദത്തിൻ്റെയും
യഥാർത്ഥമായ അർത്ഥത്തെ അറിയുന്നവൻ ആരാണോ അത് ഭഗവാനാണ്. കാരണം വേദങ്ങളൊക്കെ ഭഗവാന്റെ ആജ്ഞാരൂപങ്ങളാണ്. ഭഗവാന്റെ തന്നെ മനസ്സിന്റെ ആജ്ഞകളാണ്, സങ്കല്പങ്ങളാണ് വേദങ്ങൾ. 772 നാമം ഏകപാദ്, ഒരു പാദമുള്ളവൻ. ഇതും ഒരു ശ്രുതിവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. പാദോ അസ്യ വിശ്വഭൂതാനി. ഇവിടെ പാദഹ എന്നത് ഏകവചനമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ പരമാത്മസ്വരൂപത്തിന് എല്ലാം ഒന്നേയുള്ളൂ. ഒന്നായിരിക്കുന്ന ആ പരമാത്മാവിന് ഒരു പാദം എന്ന് ആ ഒരു ശ്രുതി എന്ന ആ ശ്രുതിവാക്യം അനുസരിച്ച് എന്താണ്? ഏകപാദ്. ഹരിയോ.